അത് നിങ്ങൾ കേൾക്കണം. പറയുന്നത് ഇവിടെ കല്യാണ ദിവസമാണ് പറയേണ്ടത്, പോയിട്ട് എല്ലാരെയും കണ്ടു. അപ്പൊ ഇവിടെ നിന്ന് ആറുമ്പോഴേ അറിയത്തുള്ളൂ. അവളുടെ പേര് വെച്ച് തന്നെ ഒരു വീഡിയോ ഇടുക, ഇവിടെ നാട്ടിക്കണം ഒക്കെങ്കിൽ ഇവിടെ വീട്ടിൽ എന്തോരം വണ്ടികൾ വെറുതെ ഒട്ടുകളെ പോകുന്നു. വണ്ടി എടുത്ത് പോകുമ്പോ അത് വണ്ടികളൊക്കെ വരാൻ തീരും, 1 മിനിറ്റ് കൊണ്ട് തീരും. എന്നിട്ടോ ലോകത്തിലെ വലിയ സ്ത്രീ കളിക്കുന്നു മറ്റുള്ള കമ്മ്യൂണിറ്റിയുടെ അണ്ണാക്കി കൊടുത്തിട്ട്. ഈ ട്രാൻസ്ജെൻഡേഴ്സിനിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കോൾഡ് വാറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ഭാഗത്ത് സീമ വിനീതും മറുഭാഗത്ത് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുറച്ച് ആളുകളും അണിനിരക്കുന്ന ഒരു ആഭ്യന്തര യുദ്ധം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം. സീമ വിനീതിനെ ഞാൻ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തന്നെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരുള്ള സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ് പുള്ളിക്കാരി. ഇൻഫ്ലുവൻസറായും ആക്ടിവിസ്റ്റായും മോഡലുമായും ഒക്കെ തെളിഞ്ഞു നിൽക്കുന്ന സീമ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടുന്ന ഒരു ട്രാൻസ്ജെൻഡറും കൂടിയാണ്. പൊതുവെ ട്രാൻസ്ജെൻഡേഴ്സിനെ ആരും അടുപ്പിക്കാറില്ലല്ലോ, പക്ഷെ എന്തോ സീമ എല്ലാവർക്കും ഇഷ്ടമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സീമയുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വിവാദം എല്ലാവരും ഓർക്കുന്നുണ്ടാകും. നിശാന്ത് എന്ന വ്യക്തിയുമായി ദീർഘനാളായി പ്രണയത്തിലായിരുന്ന സീമ കല്യാണം വരെ എത്തിയ ആ ബന്ധത്തിൽ നിന്നും താൻ പിന്മാറുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ട് സോഷ്യൽ മീഡിയക്ക് മുന്നിൽ നല്ല ദമ്പതികളായി താങ്കൾ അഭിനയിക്കുകയാണെന്നും നിശാന്ത് തന്നെ പല രീതിയിലും അവഹേളിക്കാറുണ്ടായിരുന്നുവെന്നൊക്കെ പറഞ്ഞാണ് സീമ പോസ്റ്റ് ഇട്ടത്. എന്നാൽ അധികം വൈകാതെ തന്നെ സീമ പോസ്റ്റ് മുക്കി. എല്ലാം തന്റെ എടുത്തുചാട്ടം കാരണം സംഭവിച്ചതാണെന്നും താനും നിശാന്തും വീണ്ടും ഒന്നിക്കുകയാണ്, ഈ അടുത്ത് തന്നെ കല്യാണം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് സീമ വീണ്ടും രംഗത്തെത്തി. എന്തായാലും ആ വിവാദങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങിയപ്പോഴാണ് അടുത്ത വിവാദത്തിന് തന്നെ സീമ തിരികൊളുത്തിയത്. എല്ലാം തുടങ്ങുന്നത് സീമയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ്. ആ പോസ്റ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഒരു പെണ്ണിന്റെ ജീവിതം തുറച്ച് കല്യാണവും കഴിച്ച് കുട്ടികളെയും ഉണ്ടാക്കി ട്രാൻസ്ജെൻഡർ ആണെന്നും പറഞ്ഞ് സാരിയും ചുറ്റി കോപ്രായം കാണിക്കുന്ന ആളുകളോട് പുച്ഛം മാത്രം. ഒരു പെണ്ണിന്റെ ഒപ്പം കഴിയാനും കുട്ടിയെ ഉണ്ടാക്കാനുമുള്ള കഴിവുണ്ടെങ്കിൽ നീയൊക്കെ ആണുങ്ങളാണ്. അത്തരം ആളുകളോട് തീർത്തും വിയോജിപ്പ്. സത്യം പറഞ്ഞവരെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വരുന്ന ഇത്തരം ആളുകളോട് ഓം കെ വി. സീമയുടെ അഭിപ്രായത്തിൽ ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നുണ്ട്. ഒന്നിലധികം പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചു കുട്ടികൾ ഉണ്ടാക്കിയതിനു ശേഷം പിന്നീട് ഒരു സാരിയും ചുറ്റി ഞാനൊരു ട്രാൻസ്ജെൻഡർ ആണ്, പെണ്ണാണെന്നും പറഞ്ഞ് നടക്കുന്നതിനോടൊന്നും ഒട്ടും യോജിപ്പില്ല. ഒരുപാട് ജീവിതങ്ങൾ അവിടെ തകർന്നു പോകുന്നുണ്ട്. ഒരു കല്യാണം കഴിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, കാരണം വീട്ടുകാരുടെ നിർബന്ധം മൂലം വേറെ നിവൃത്തിയില്ലാതെ കല്യാണം കഴിക്കേണ്ടി വരുന്നവരുണ്ട്. എന്നാൽ ഒരു പെണ്ണിനെ കെട്ടി അവളെ ഒഴിവാക്കി പിന്നെയും വേറെ പെണ്ണ് കെട്ടി അങ്ങനെ 2 പെൺകുട്ടികളുടെയും ജീവിതം തൊലിച്ചതിന് ശേഷം പിന്നീട് താനൊരു ട്രാൻസ് ആണെന്നും പറഞ്ഞ് നടക്കുന്നത് ശുദ്ധ മണ്ടത്തരം തന്നെയാണ്. ഇത്തരം വ്യക്തികൾ പിന്നീട് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് തന്നെ ഭാര്യയായിട്ട് മാറും. അതുകൊണ്ട് തന്നെയാണ് സീമ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയത്. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ് പോസ്റ്റ് ഇടാൻ മാത്രം എന്താണ് കാരണമെന്ന് ആരെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എന്താണ് സീമയെ ട്രിഗർ ചെയ്തത്? ഈ പോസ്റ്റിൽ ആരെ കുറിച്ചാണ് സീമ പറയുന്നത്? ഇത്തരം ചോദ്യങ്ങൾ സ്വാഭാവികമായും എല്ലാവരുടെയും മനസ്സിൽ കടന്നു വരാൻ സാധ്യതയുണ്ട്. സീമയുടെ ഫേസ്ബുക്ക് പേജിൽ തന്നെ ഇതിനുള്ള എല്ലാത്തിനുമുള്ള ഉത്തരമുണ്ട്. നമ്മൾ നേരത്തെ വായിച്ച പോസ്റ്റ് ഇട്ടതിന് ശേഷം സീമ തന്നെ FB പേജിൽ ഒരു റിയാക്ഷൻ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനാണ്, എനിക്കൊരു കുഞ്ഞുണ്ട്, ഞാൻ കെട്ടിയ പെണ്ണിനെ ഒഴിവാക്കിയെന്ന് ജാസി എന്ന ടൈറ്റിൽ ജാസിയുടെയും അതുപോലെ തന്നെ മറ്റൊരു ട്രാൻസ്ഫോമണിന്റെയും ഫോട്ടോ തംബ്നെയിലിൽ വരുന്ന ഒരു വീഡിയോ അതാണ് സീമ ഷെയർ ചെയ്തിട്ടുള്ളത്. അതിന്റെ കൂട്ടത്തിൽ മറ്റൊരു പോസ്റ്റും കൂടെ സീമ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് വായിച്ചു നോക്കാം. ചില വ്യക്തികൾ നാട്ടുകാരെ തുണി പൊക്കി കാണിക്കുന്നത് പോലെയും ഒരു പ്രൈവറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കി അവിടെ അപരാധം പറയുന്നതും ഒക്കെ നിങ്ങൾക്ക് വലിയ കാര്യമായിരിക്കും. നിങ്ങൾ എന്റെ പ്രസ്താവനയും എന്റെ അഭിപ്രായത്തെയും നിയമപരമായി നേരിട്ടാലും ഇല്ലേലും മറുപടി പറയേണ്ട ഇടങ്ങളിൽ മറുപടി പറയുക തന്നെ ചെയ്യും. കേട്ടില്ലേൽ ഒന്നുകൂടി വ്യക്തമായി കേട്ടോളൂ. 2-3 വിവാഹം കഴിച്ചു കുഞ്ഞുങ്ങളെയും ഉണ്ടാക്കി കഴിഞ്ഞു ഞാൻ സ്ത്രീയാണ്, ട്രാൻസ്ജെൻഡർ ആണ്, എന്റെ മക്കൾ അമ്മയെന്ന് വിളിക്കണം. ഇത്തരം പ്രസ്താവനകളുമായി വരുന്നവരോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല. അതിന് നിങ്ങൾക്കുള്ള ഉത്തരങ്ങൾ മറ്റുള്ളവർക്ക് ദഹിക്കാത്ത തരത്തിൽ മുഖമടിച്ച് മറ്റുള്ളവരെ തെറി വിളിക്കാനും മുണ്ട് പൊക്കി കാണിക്കാനും അല്ലാതെ എന്ത് അറിയാം? പൊതുസമൂഹത്തിൽ ഇറങ്ങി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 15 വർഷത്തോളമായി. ഇതുവരെയും നേരിടാത്തതും കേൾക്കാത്തതുമായ ചോദ്യങ്ങളാണ് ഇപ്പോൾ കേൾക്കുന്നത്. നിങ്ങളുടെ അടിയിൽ എന്താണ്? പെണ്ണിന്റെയോ ആണിന്റെയോ നെഞ്ചത്ത് ചിരട്ടയാണോ? കുലുങ്ങുന്നുണ്ടോ? നിങ്ങൾക്ക് കുട്ടിയെ ഉണ്ടാക്കാൻ കഴിവുണ്ടോ? നിങ്ങൾക്ക് വേഷം കെട്ടിയത് ആണോ? ഇത്തരം ഒരുപാട് ചോദ്യങ്ങൾ പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വരാൻ കാരണം ഇത്തരത്തിലുള്ള വ്യക്തികൾ നടത്തുന്ന ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി നടത്തുന്ന ഇത്തരം വികലമായ പ്രസ്താവനകൾ മൂലമാണ്. പൊതുസമൂഹത്തിൽ ഇറങ്ങി ജോലി ചെയ്ത് ജീവിക്കുന്നവർക്ക് അവരുടെ ഇടങ്ങളിൽ ഒരുപാട് ചോദ്യങ്ങൾ നേരിടേണ്ട അവസ്ഥയാണ്. പൊതുമാധ്യമങ്ങളിൽ വന്ന് ഇത്തരം പ്രസ്താവന നടത്തി അവർക്ക് വീട്ടിനുള്ളിൽ ഇരിക്കാം. സമൂഹത്തിനെ നേരിടുന്ന മനുഷ്യന്മാർക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ എല്ലാ മനുഷ്യരും അങ്ങനെയല്ല. പകൽ സാരി ഉടുക്കുകയും രാത്രി ഒരു സ്ത്രീയെ കാണുമ്പോൾ അവർ പുരുഷനാകുകയും ചെയ്യുന്ന വൃത്തികെട്ട പ്രവണത ഉള്ളവരല്ല എല്ലാ ട്രാൻസ് മനുഷ്യന്മാരും. ഒരുപാട് കഷ്ടതകളും യാതനകളും വേദനകളും അനുഭവിച്ച് ഇന്ന് ഈ നിമിഷവും ഞാൻ ഇവിടെ എത്തി നിൽക്കുന്നു. എന്നെ പേടിപ്പിച്ച് കളയാമെന്ന് കുറെ വായിൽ തോന്നിയ തെറി വിളിക്കാം, കൂട്ടം കൂടി ചർച്ച നടത്തി കുറെ കഥ മെനിയാം, അപഖ്യാതികൾ പറഞ്ഞു പരത്താം. ഇതൊക്കെയല്ല നിങ്ങളുടെ അജണ്ടകൾ. പിന്നെ ഒരാളുടെ പ്രസൻസ് ഇല്ലാതെ ആ വ്യക്തിയെ അപഹസിക്കുന്നതും തെറി വിളിക്കുന്നതും വ്യക്തിഹത്യ നടത്തുന്നതും നിയമപരമായി കുറ്റകരമാണ് എന്ന് തിരിച്ചറിവുണ്ടാവുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സംഭവം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യം വായിച്ച സീമയുടെ പോസ്റ്റ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ അവർ ഷെയർ ചെയ്ത വീഡിയോ, ഇത് രണ്ടും അവർ FBയിൽ ഇട്ടതിന് ശേഷം ട്രാൻസ് കമ്മ്യൂണിറ്റിയിലെ മറ്റു ചിലരിൽ നിന്നും സീമയ്ക്ക് അത്യാവശ്യം ഭീഷണി വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ സീമ ലൈവിൽ വന്നുകൊണ്ട് തെളിവ് സഹിതം തനിക്ക് നേരിട്ട് ഭീഷണികളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ചില കാര്യങ്ങളും കൂടി പറയാനുണ്ട്. സീമയുടെ ഈ പോസ്റ്റ് ഏറ്റവും കൂടുതൽ നെഗറ്റീവായി ബാധിച്ചത് ജാസിയാണ്. സീമ ഷെയർ ചെയ്ത റിയാക്ഷൻ വീഡിയോയോ അതല്ലെങ്കിൽ ആ റിയാക്ഷൻ വീഡിയോക്ക് കാരണമായിട്ടുള്ള ജാസിയുടെ ഇന്റർവ്യൂയോ മുഴുവനായും കാണാത്തവർ എന്താ വിചാരിക്കുക? ജാസി ഒന്നിലധികം കല്യാണം കഴിച്ചു, കുട്ടികളുമുണ്ട്, അവരെല്ലാം ഒഴിവാക്കിയിട്ടാണ് ഇപ്പൊ ഈ പെൺവേഷം കെട്ടി നടക്കുന്നത് എന്നൊക്കെ ആയിരിക്കും അല്ലെ. പക്ഷേ തനിക്ക് കുട്ടികളൊന്നും ഇല്ല എന്ന് ജാസി തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്.
കുട്ടികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവരെയൊക്കെ കളിപ്പിച്ച് അടങ്ങി ഒതുങ്ങി ജീവിച്ചേനെ എന്നും കുട്ടികൾ അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നും ജാസി പറയുന്നുണ്ട്. മാത്രമല്ല ജാസി ഒന്നിലധികം വിവാഹം കഴിച്ചിട്ടില്ല. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു തവണ വിവാഹിതനായി. അധികം വൈകാതെ തന്നെ ഡിവോഴ്സ് ആവുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും സീമയുടെ പോസ്റ്റുകൾ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട പലർക്കും കൊണ്ടു. അങ്ങനെയാണ് ഇവർ സീമയെ കൂട്ടം ചേർന്ന് ആക്രമിക്കാൻ പ്ലാൻ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് സീമ തന്നെ ലൈവിൽ വന്ന് പറയുന്നുണ്ട്. നമുക്കൊന്ന് കേട്ടോക്കാം. 2-3 ദിവസങ്ങളായിട്ട് ഞാൻ വളരെയധികം മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ അനുഭവമാണ്. കാരണം എനിക്കൊരിക്കലും ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ച ട്രാൻസ് വ്യക്തികളെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ഉള്ള കാര്യമാണ്. കാരണം ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ വിവാഹം കഴിച്ചതിന് ശേഷം ഞാൻ ട്രാൻസ് ആണ് എന്ന് പറഞ്ഞ് വന്നിട്ടുള്ള വ്യക്തികളെ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഉള്ള കാര്യം തന്നെയാണ്. ഞാൻ ആ പോസ്റ്റ് റിമൂവ് ചെയ്തിട്ടില്ല. ആ സ്റ്റാൻഡിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. സമാധാനം. പോസ്റ്റ് റിമൂവ് ചെയ്തിട്ടില്ലല്ലോ, നല്ല കാര്യം. അല്ല, സീമയുടെ സ്വഭാവം വെച്ചിട്ട് പോസ്റ്റ് റിമൂവ് ചെയ്തിട്ട് വേറെ പോസ്റ്റുമായി വരേണ്ട സമയമായി, അതുകൊണ്ട് പറഞ്ഞതാണ്. അല്ല, മുമ്പ് 1-2 തവണ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇവിടെ താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സീമ വ്യക്തമാക്കിയിരിക്കുന്നത്. ഞാനും സീമയുടെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ട്. അല്ലെങ്കിലും ഒന്നിലധികം കല്യാണം കഴിച്ചു കുട്ടികൾ ഉണ്ടാക്കിയതിനു ശേഷം സ്ത്രീവേഷം കെട്ടി നടക്കുന്നവന്മാരൊക്കെ മടല് വെട്ടി അടിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ ജാസിയുടെ കാര്യത്തിൽ സീമ പറഞ്ഞത് പൂർണ്ണമായി അപ്ലിക്കബിൾ ആണോ എന്നുള്ളത് സംശയമാണ്. കാരണം ജാസി ഒന്നിലധികം കല്യാണം കഴിച്ചിട്ടില്ല, ജാസിക്ക് കുട്ടികളുമില്ല. ഒരു കല്യാണം കഴിച്ച ഒരു പെൺകുട്ടിയെ വഴിയാധാരമാക്കിയതിന് മുമ്പ് നമ്മൾ ജാസിയെ വിമർശിച്ച് സംസാരിച്ചതാണ്. പിന്നെ ജാസി ഇപ്പൊ പെണ്ണാവാനും അല്ലെങ്കിൽ പൂർണ്ണമായും ട്രാൻസ്ഫോമർ ആകാനുമുള്ള സർജറികളൊന്നും ചെയ്തിട്ടില്ല എന്നും വെറും വേഷം കെട്ടി നടക്കുകയാണെന്നും പറയപ്പെടുന്നുണ്ട്. ജാസി ഇപ്പോഴുള്ള അവന്റെ പാർട്ണറും തമ്മിൽ ഗേ റിലേഷൻഷിപ്പ് ആണെന്ന് വരെ പറയുന്നവരുണ്ട്. അതിലേക്ക് എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും ബാക്കിയോട് കേട്ടോക്കാം. ഇപ്പോൾ വർക്കിന് പോയിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയതേ ഉള്ളൂ. ഷൊർണൂരായിരുന്നു വർക്ക്. അത് കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയതേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് വോയിസുകൾ കേൾക്കാനായിട്ട് ഇടയായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വോയിസുകളാണ്. അത് നിങ്ങൾക്ക് ഞാനിത് കേൾപ്പിച്ചു തരാം. അതിൽ ഞാൻ കുറച്ച് ആൾക്കാരുടെ വോയിസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കേൾക്കണം. പറയുന്നത് അവക്കടെ വീട്ടിലേക്ക് ചെല്ലുക, അല്ലെങ്കിൽ അവൾ എവിടെ പോയി അവിടെ ചെല്ലുക. അവള് വർക്കിന് മുമ്പിൽ വർക്ക് ഇടയ്ക്ക് അങ്ങ് മറുപടി പറയിച്ചിട്ട് പോവുക, പബ്ലിക്കിന് നിർത്തി മറുപടി പറയിക്കുക. കല്ലടി പോകേണ്ടത് ഇവിടെ കല്യാണ ദിവസമാണ് പറയേണ്ടത്. പോയിട്ട് എല്ലാരെയും കണ്ടു. അപ്പൊ ഇവിടെ നിന്ന് ആറുമ്പോഴേ അറിയത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ കല്യാണ ദിവസം വരെ കാത്തിരിക്കാനാണ് പ്ലാന്. ദയവ് ചെയ്ത് ഇതിന് ആരെങ്കിലും ഒരു വീഡിയോ ഇടുക ഇതിനെതിരെ. പച്ചയ്ക്ക് പറ്റുമെങ്കിൽ അവളുടെ പേര് തന്നെ അത് പറയുക. ഇവിടെ നമ്മളുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പൊ പറയുന്ന ആള്. അതുകൊണ്ട് അവളുടെ പേര് വെച്ച് തന്നെ ഒരു വീഡിയോ ഇടുക. ഇവിടെ നാട്ടിക്കണം. ഒക്കെങ്കിൽ ഇവിടെ വീട്ടിൽ എന്തോ വണ്ടികൾ വെള്ളം ഒട്ടിക്കാൻ പോകുന്നു. വണ്ടി എടുത്ത് പോകുമ്പോ അത് കണ്ടതൊക്കെ വരാൻ തീരും, 1 മിനിറ്റ് കൊണ്ട് തീരും. എന്നിട്ടോ ലോകത്തിലെ വലിയ സ്ത്രീ കളിക്കുന്നു മറ്റുള്ള കമ്മ്യൂണിറ്റിയുടെ അണ്ണാക്കി കൊടുത്തിട്ട്. എന്തായാലും ലാസ്റ്റ് പറഞ്ഞാൽ മനസ്സിലായില്ല. ഇഷ്ടംപോലെ വണ്ടികൾ റോഡിലൂടെ പോകുന്നു. അതിൽ ഏതെങ്കിലും 2 ഇടയിൽ കുടുങ്ങിയാൽ പോരെ. 1 മിനിറ്റ് കൊണ്ട് തിരിൽ അവളുടെ പെണ്ണുകളി എന്നാണ് പറഞ്ഞത്. പ്രാക്കിയതാണോ അതോ ഭീഷണിപ്പെടുത്തിയതാണോ എന്ന് അറിയില്ല. ചില ട്രാൻസ് വ്യക്തികളുടെ മെയിൻ ആയുധമാണല്ലോ ഈ പ്രാക്ക് എന്ന് പറയുന്നത്. എന്തായാലും കൊള്ളാം. സീമയെ നാറ്റിച്ചടങ്ങുന്ന വാശിയിലാണ് എല്ലാവരും തോന്നുന്നു. സീമ അവരുടെ അഭിപ്രായം മാന്യമായി പറഞ്ഞതാണ്. തിരിച്ചെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാന്യമായി പറയുക എന്നുള്ളതാണ് അതിന്റെ മര്യാദ എന്ന് പറയുന്നത്. വെറുതെ അനാവശ്യമായിട്ട് ഷോ ഇറക്കിയാൽ ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് പൊതുസമൂഹത്തിനുള്ളിൽ വീണ്ടും വിലയിടിയും. നിങ്ങളായിട്ട് അതിനുള്ള സാഹചര്യം വെറുതെ എന്തിനാണ് ഉണ്ടാക്കുന്നത്? സീമ പറഞ്ഞത് പൂർണ്ണമായിട്ട് തെറ്റൊന്നുമല്ലല്ലോ. ഒരുവിധപ്പെട്ട ആളുകളൊന്നും ഇങ്ങനെ ഇന്റൻഷനിൽ ട്രാൻസ് ആയി നടക്കാൻ ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ സീമ പറഞ്ഞ പോലെ കുറച്ച് പേരെങ്കിലും ചിലപ്പോൾ അവിടെ ഇവിടെയും ഒക്കെ കാണും. വയ്ക്കണ്ടോ? ഇത് ഈ വോയിസിലൊക്കെ കേട്ട സമയത്ത് എനിക്ക് വീട്ടിലെത്തിക്കോളാൻ മതിയായിരുന്നു. ഞാൻ അത്ര ഇതായിട്ട് ഞാൻ എങ്ങനെയോ ഞാൻ വീട്ടിലെത്തി. കാരണം ഞാൻ എൻ്റെ ഈ വീടായ കാലം മുതലേ എല്ലാ ആൾക്കാരുണ്ട്, എല്ലാ ഇതുണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നത്. അപ്പൊ എനിക്ക് പേടിയുണ്ട്. ഇത്ര ആൾക്കാരെ ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ, ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ ഒരുപാട് ഗുണ്ടായിസം വെച്ച് നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവര് എന്ത് ചെയ്യാൻ മടിക്കാത്ത ആൾക്കാരാണ്. ഇവരെ കാരണം ഒരുപാട് ആൾക്കാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും മൂടി ആൾക്കാർ ഇങ്ങനെ സേവ് ചെയ്ത് കൊണ്ടുപോവാണ്. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണല്ലേ സീമ ഉന്നയിക്കുന്നത്. ട്രാൻസ് കമ്മ്യൂണിറ്റിക്കുള്ളിലുള്ള ഒരാൾ തന്നെ ട്രാൻസുകൾക്കിടയിൽ ഗുണ്ടകളുണ്ടെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ്. പലരുടെയും ആത്മഹത്യക്ക് വരെ ഇവർ കാരണമായിട്ടുണ്ട് എന്നും പറയുന്നു. ഇങ്ങനെയെങ്കിൽ ഇവരെല്ലാം തെളിവ് സഹിതം സീമ പുറത്തു കൊണ്ടുവരണമെന്നാണ് എന്റെ അഭിപ്രായം. കമ്മ്യൂണിറ്റിക്കുള്ളിലെ പുഴുക്കുത്തുകളെ തന്നെ പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞാൽ തന്നെ പൊതുജനങ്ങൾക്കിടയിൽ ട്രാൻസിന് കുറച്ചുകൂടെ സ്വീകാര്യത ലഭിക്കാൻ സാധ്യതയുണ്ട്. ട്രാൻസ് വ്യക്തികൾ തന്നെ അവരുടെ കമ്മ്യൂണിറ്റിക്ക് ഭാരമായി മാറുന്ന കാഴ്ചകൾ നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് തോന്നിയതുപോലെ എന്തും ചെയ്യും, തോന്നിയ പോലെ ജീവിക്കുമെന്ന ആറ്റിറ്റ്യൂഡുമായി നടക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ഇവരാണ് പൊതുജനത്തിന് മുന്നിൽ ട്രാൻസിനെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സീമയ്ക്ക് പറയാനുള്ള ബാക്കിയോട് കേട്ട് നിർത്താം. മുമ്പൊരിക്കല് ഞാൻ ഇതുപോലെ ട്രാൻസ് വ്യക്തിക്ക് ഒരിക്കലും പ്രസവിക്കാൻ കഴിയില്ലെന്നും ട്രാൻസ് മെൻസിന് അതിനുള്ള സയന്റിഫിക്കലി അതിനുള്ള ഇതുണ്ടെന്നും ഞാൻ സയന്റിഫിക്കലി ഇതുള്ളത് വെച്ചിട്ട്
ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും അന്നും ഇതുപോലെ, പക്ഷെ ഞാൻ ഇതുവരെ ആ ഒരു കാര്യം ഞാൻ പൊതുസമൂഹത്തിൽ ഷെയർ ചെയ്തിട്ടില്ല. അന്ന് ഇതുപോലെ വളരെ മോശമായിട്ട്, വളരെ മൃഗീയമായിട്ട് ഇവരിനെ ഗ്രൂപ്പിലിട്ട് അങ്ങോളം ഇങ്ങോളം ആൾക്കാർ വളരെ മോശമായിട്ട് പറഞ്ഞു. ഞാൻ ഇന്ന് ഒരു ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല, എനിക്ക് കഴിക്കാൻ തോന്നിയില്ല. ശരിക്കും ഞാൻ ഒരു വ്യക്തികളെയും പേരെടുത്ത് പറയുകയോ, എൻ്റെ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഞാൻ ഒരു വ്യക്തിയുടെ പേരോ എൻ്റെ പ്രീവിയസ് പോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഞാൻ ഒരു വ്യക്തിയുടെ പേര് ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല. അതിൽ വേറുള്ള ആൾക്കാരാണ് വന്നിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഞാൻ ഒരു വ്യക്തിയുടെ പേര് എഴുതി ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടില്ല. അപ്പൊ ഈ പറയുന്ന ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. തന്റെ പോസ്റ്റിൽ ആരുടെയും പേരെടുത്തൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് സീമ പറയുന്നത്. പക്ഷെ പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ വീഡിയോ ഷെയർ ചെയ്തതോടെ ആരെ കുറിച്ചാണ് സീമ പറഞ്ഞതെന്ന് എല്ലാവർക്കും മനസ്സിലായതാണ്. ഇനിയിപ്പോ പ്രത്യേകിച്ച് പേരെടുത്തൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്തായാലും ജാസിയോ അതല്ലെങ്കിൽ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട മറ്റാരെങ്കിലുമോ ഇതുവരെ നേരിട്ട് മറുപടിയുമായി വന്നിട്ടില്ല. വരും ദിവസങ്ങളിൽ ചിലപ്പോൾ വന്നേക്കാം. മാന്യമായി കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് വ്യക്തമായൊരു മറുപടിയുമായി വരണമെന്ന് എനിക്ക് പറയാനുള്ളൂ. വെറുതെ പരസ്പരം ചളി വാരി എറിഞ്ഞ് പറയിപ്പിക്കരുത്. കാണുന്നവർക്ക് കൈ കുട്ടിച്ചിരിക്കാനുള്ള വക ഉണ്ടാക്കി കൊടുക്കരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ട്രാൻസ് കമ്മ്യൂണിറ്റിക്കുള്ളിൽ തന്നെ വലിയ ഭിന്നതയും ചേരിതിരിവും ഒക്കെ ഉണ്ട് എന്ന് ഇതോടെ മനസ്സിലായി. ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതലൊന്നും ഞാനിവിടെ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത്. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും